നിങ്ങൾ നിങ്ങളുടെ യാത്ര നിർത്തുന്നില്ലെങ്കിൽ എത്ര പതുക്കെ പോയാലും പ്രശ്നമില്ല. ജീവിതം ഒരു യാത്രയാണ്. നീണ്ട യാത്രയാണോ ഹ്രസ്വമായ യാത്രയാണോ എന്ന് തീരുമാനിക്കേണ്ടത് അവനവൻ തന്നെയാണ്. ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്കുള്ള യാത്രയല്ല. യാത്ര സുഖകരമാകുമോ കഷ്ടപ്പാട് നിറഞ്ഞതാകുമോ എന്നറിയുന്നത് യാത്ര തുടങ്ങിയതിന് ശേഷം മാത്രമാണ്. നമ്മുടെയൊക്കെ യാത്രകൾ തുടങ്ങുന്നതിന് മുമ്പ് നമ്മളെല്ലാ തയ്യാറെടുപ്പുകളും നമ്മൾ നടത്താറുണ്ട്. നമുക്ക് പല ലക്ഷ്യങ്ങളുണ്ടാകും. നമുക്ക് സഞ്ചരിക്കാൻ നല്ല വഴികളുണ്ടാവാം, ഇല്ലാതിരിക്കാം. എതിർദിശയിൽ നിന്നും ദുർഘടങ്ങൾ പ്രതീക്ഷിക്കാം. അപ്രതീക്ഷിതമായി കാലിടറി വീഴാം. താങ്ങാനായി ശക്തമായ കരങ്ങൾ ഭാഗ്യമുണ്ടെങ്കിൽ തുണയാകും. നമ്മുടെയൊക്കെ ചുറ്റും നോക്കിയാൽ തീജ്വാലകൾ വമിക്കുന്ന നാവുകളെയും ദുർഭാഷണം നടത്തുന്ന അധരങ്ങളെയും ഭയപ്പെടണം. ചതിയും വഞ്ചനയും ഒളിച്ചിരിക്കുന്ന കുറ്റിക്കാടുകൾ കടന്നു പോകാൻ ആത്മവിശ്വാസത്തെ കൂട്ടുപിടിക്കുക. ഒരിക്കലും ആത്മവിശ്വാസം കൈവിടാതിരിക്കുക. അഹംഭാവികളും അഹങ്കാരികളുമായ മനുഷ്യർ ഗർവോടെ സംസാരിക്കുന്നത് കേൾക്കാൻ സമയം ഒരിക്കലും മെനക്കെടുത്തരുത്. കേട്ട് നിൽക്കണ്ട, വിട്ടുവെക്കണ്ട മതി. ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ യാത്ര ഇച്ചിരി സ്പീഡൊക്കെ കുറച്ചാലും ആ യാത്ര നമ്മൾ നോക്കി സമയം നോക്കി നമ്മൾ മുന്നോട്ട് ഒന്ന് പോയാൽ മതി. ആ യാത്ര നമ്മൾ അഭംഗുരം തുടരുക തന്നെ വേണം. ഇവിടെ വേഗത്തിലൊന്നും കാര്യമില്ല എന്നല്ല പറയുന്നത്. പയ്യത്തെന്നാൽ പനയും തിന്നാം എന്നൊരു പഴഞ്ചൊല്ല് ഇടയ്ക്കിടെ ഓർത്ത് നോക്കാം. വേഗത്തിൽ പോയി എവിടെയെങ്കിലും പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടി വന്നാൽ അതിലും വലിയ ദുഃഖം ഉണ്ടാവത്തില്ല. ലക്ഷ്യത്തിലെത്താൻ പതുക്കെ പോയാലും മതി. പക്ഷേ നിങ്ങളുടെ സഞ്ചാരം അത് നിങ്ങളെ തുടർന്നുകൊണ്ടേയിരിക്കണം. പ്രതിസന്ധികളുണ്ടാവാം, ദുർഘടങ്ങളുണ്ടാകാം, പുറകോട്ട് പിടിച്ചു വലിക്കാം, വിമർശനങ്ങളുണ്ടാകാം. പക്ഷേ നമ്മുടെ ജീവിതം അതിൻ്റെ സാക്ഷാത്കാരം നേടണമെങ്കിൽ നമ്മളുടെ യാത്ര തുടർന്നേ മതിയാവും. ശുഭദിനം.